തെരഞ്ഞെടുപ്പ് രംഗത്ത് യുവാക്കൾക്ക് മാത്രമല്ല വിദ്യാർത്ഥികൾക്കും മികച്ച പരിഗണന നൽകുകയാണ് കണ്ണൂരിൽ LDF. SFIയുടെ വിവിധ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന 7 പേരാണ് കണ്ണൂരിൽ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പുതുമുഖങ്ങളെയും യുവാക്കളെയും എല്ലാം പരിഗണിച്ചുള്ള സ്ഥാനാർത്ഥി പട്ടികകളാണ് സംസ്ഥാനത്ത് മുഴുവൻ LDF പുറത്തിറക്കിയത്. അതിൽ കണ്ണൂർ ജില്ലയിൽ 7 SFI നേതാക്കളാണ് ഇത്തവണ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വിവിധ തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് മത്സരിക്കുന്നത്. ആ 7 സ്ഥാനാർത്ഥികളാണ് നമുക്കൊപ്പം ഉള്ളത്. നമുക്ക് സംസ്ഥാന കമ്മിറ്റി അംഗത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. നിങ്ങൾക്ക് ഒക്കെ വലിയ പരിഗണന പാർട്ടി തരുന്നു, വലിയ പ്രതീക്ഷയിൽ ആണ് നിങ്ങളൊക്കെ കാണുന്നത് പാർട്ടി, അതുകൊണ്ടുകൂടിയാണ് വലിയ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കുന്നത്. എങ്ങനെയാണ് ഈ സ്ഥാനാർത്ഥിത്വത്തെ കാണുന്നത്? തീർച്ചയായും വളരെ പ്രതീക്ഷയിലാണ് നമ്മളിപ്പോൾ. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളത്തിലെമ്പാടും നോക്കിക്കഴിഞ്ഞാൽ വിദ്യാർത്ഥികളായി കഴിഞ്ഞാലും യുവജന മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകളായി ആയിക്കഴിഞ്ഞാലും വലിയ പരിഗണനയാണ് കേരളത്തിലെമ്പാടും കിട്ടുന്നത്. അതേ രീതിയിലാണ് കണ്ണൂർ ജില്ലയിലും SFI പ്രവർത്തിക്കുന്ന വിദ്യാർത്ഥി രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകളെ പരിഗണിച്ചിട്ടുള്ളത് എന്നുള്ളത് തന്നെയാണ് SFI ഇതിലൂടെ നോക്കിക്കണ്ടിട്ടുള്ളത്. ഈ പ്രചരണമൊക്കെ തുടങ്ങിയിട്ടുണ്ടാവില്ല, എങ്ങനെയാണ് ആളുകളുടെ ഒരു പ്രതികരണം? തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നാട്ടിൽ തന്നെയാണ് മത്സരിക്കുന്നത്. അപ്പോൾ നാട്ടുകാർ നല്ല പ്രതികരണമാണ്. വോട്ടായിട്ട് ചോദിക്കേണ്ടതില്ല, എന്തായാലും സഹായിക്കും എന്ന രീതിയിലാണ് എല്ലാവരും പ്രതികരണം. ജില്ലാ പഞ്ചായത്തിലേക്കാണ് മത്സരിക്കുന്നത്. എങ്ങനെയാണ് ആദ്യഘട്ടത്തിലുള്ള ഒരു പ്രതികരണം വരുന്നത്? ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ തന്നെ വലിയ രീതിയിൽ ചർച്ചയായിട്ടുണ്ട് ഈ സ്ഥാനാർത്ഥിത്വം. എങ്ങനെയാണ് ആളുകളുടെ ഒരു പ്രതികരണമൊക്കെ? ഇതിപ്പം പാർട്ടി ഗ്രാമമായ തില്ലങ്കേരി ആണെങ്കിലും മാലൂരാണെങ്കിലും പേരാവൂരാണെങ്കിലും ഏറെ സ്നേഹത്തോടെയാണ് ഏറ്റെടുത്തിട്ടുള്ളത്. പിന്നെ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിട്ട് മുന്നോട്ട് വന്നുകൊണ്ട് തന്നെ എല്ലാവരും അറിയുന്നവർ തന്നെയാണ് നാട്ടിലേക്കെല്ലാം ഉള്ളത്. അപ്പോൾ ഏറെ സ്വീകാര്യമായി തന്നെയാണ് അവർ ഏറ്റെടുത്തിട്ടുള്ളത്. നല്ല രീതിയിലുള്ള റെസ്പോൺസാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. നല്ല പ്രതീക്ഷയുണ്ട്. ഈ ഉത്തരവാദിത്വം പാർട്ടി ഏൽപ്പിച്ചിരിക്കുന്ന ഈ ഒരു ഉത്തരവാദിത്വത്തെ കുറിച്ച് എന്താണ് ഇപ്പോൾ ഉള്ളൊരു ബോധ്യം? ഉത്തരവാദിത്വം കൃത്യമായിട്ട് ഏറ്റെടുത്ത് നടത്തണം എന്നുള്ളൊരു ഇതുണ്ട്. അത് ഏറ്റെടുത്ത് നടത്തുകയും ചെയ്യും. വിശ്വാസം പൂർണ്ണമായും കാത്തുസൂക്ഷിക്കാനാവും എന്ന് തന്നെയാണ് പ്രതീക്ഷയുള്ളത്. അതെ, തീർച്ചയായും കഴിയുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണുള്ളത്. ആളുകളൊക്കെ പോസിറ്റീവായാണ് പ്രതികരിക്കുന്നത്. എല്ലാവരും നേരത്തെ ഇവരൊക്കെ സൂചിപ്പിച്ചതുപോലെ വോട്ടായി ചോദിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എല്ലാവരും പോകുമ്പോൾ വോട്ട് ചെയ്ത് സഹായിക്കുമെന്നുള്ള രീതിയിൽ തന്നെ അവരെ വീട്ടിലുള്ള ഒരാളെ പോലെ തന്നെയാണ് കാണുന്നത്. ഈ പുതിയ തലമുറ ഇത്തരത്തിലൊരു ഭരണരംഗത്തേക്ക് വരുന്നതിനെ ആളുകൾ വളരെ പോസിറ്റീവായിട്ട് തന്നെ കാണുന്ന ഒരു അനുഭവം തന്നെയാണോ ഉള്ളത്? അതെ, നമുക്ക് കഴിഞ്ഞാലും നല്ല വ്യത്യസ്തമായി ഇപ്പോൾ പുതിയ യുവാക്കളായിട്ടുള്ള ആളുകൾ ഇത്തരത്തിൽ പൊതുരംഗത്തേക്ക് കടന്നു വരുന്നത് വളരെ കുറഞ്ഞിട്ടുണ്ട്. ആ സമയത്ത് പൊതുരംഗത്തേക്ക് അല്ലെങ്കിൽ ഈ സ്ഥാനാർത്ഥിത്വമായിട്ടെല്ലാം വരുന്ന സമയത്തേക്ക് യുവാക്കളെ ഇരുകൈ നീട്ടിയിട്ടാണ് ആളുകൾ സ്വീകരിക്കുന്നത്. കാരണം യുവാക്കളുടെ ഭാഗത്തു നിന്നുള്ള അഭിപ്രായങ്ങളും അവരുടെ ചിന്തകളും എല്ലാം നമ്മുടെ ഈ ഭരണരംഗത്ത് കൂടുതൽ മികവുണ്ടാക്കാൻ വേണ്ടി കഴിയുമെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് പാർട്ടി ഏൽപ്പിച്ചിട്ടുള്ള ഉത്തരവാദിത്തത്തെ അതിൻ്റെ ഗൗരവത്തിൽ തന്നെ കാണുകയാണ്. ഈ ഭരണരംഗത്ത് ശരിക്കും ഒരു തലമുറ മാറ്റത്തിൻ്റെ തുടക്കം കുറിക്കൽ കൂടിയാണ് നിങ്ങളുടെയൊക്കെ സ്ഥാനാർത്ഥിത്വം എന്ന് പറയുന്നത്, അല്ലേ? തലമുറ മാറ്റം എന്നതിലുപരി നമ്മുടെ നാടിനകത്ത് ഇപ്പം കഴിഞ്ഞ 9.5 വർഷമായി പിണറായി വിജയൻ്റെ ഗവൺമെൻറ് ഭരണത്തിലിരിക്കണം. അപ്പോൾ നമ്മൾ നാട്ടിലൊക്കെ ഇറങ്ങുന്ന സമയത്ത് 2 അഡ്വാൻറ്റേജാണ്. ഒന്ന്, യുവാക്കൾ എന്നുള്ള പരിഗണന നല്ലോണം കിട്ടുന്നുണ്ട്, വിദ്യാർത്ഥി എന്നുള്ള പരിഗണന കിട്ടുന്നുണ്ട്. അതോടൊപ്പം ഈ 10 വർഷക്കാലമായി നാടിനകത്ത് നടത്തിയ വികസനത്തിൻ്റെ എല്ലാ നേട്ടങ്ങളും നമുക്ക് കൂടി ഒരു എനർജിയായി മാറുകയാണ്. അതും ഭരണം എന്നതുപരി നാടുകാരെ അറിയുക എന്നുള്ളൊരു കർത്തവ്യത്തിലേക്കാണ് നമ്മൾ കിടക്കുന്നത്. ഏതായാലും 30-40 വർഷത്തോളം ഒരേ സീറ്റിൽ തന്നെ മത്സരിച്ചവർ അല്ലെങ്കിൽ പല തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് മത്സരിച്ചവരൊക്കെ വീണ്ടും സീറ്റിന് വേണ്ടി അടിപിടി കൂടുന്ന സമയത്താണ് ഇത്തരത്തിൽ മാതൃകാപരമായ ചില സ്ഥാനാർത്ഥി പ്രഖ്യാപനങ്ങൾ കൂടി ഉണ്ടാകുന്നത് എന്നുള്ളതാണ്. ഏതായാലും കേരളത്തിൻ്റെ ഭരണരംഗങ്ങൾ അല്ലെങ്കിൽ തദ്ദേശ സ്ഥാപനങ്ങളുടെ ഭരണമൊക്കെ ഇത്തരത്തിൽ യുവതലമുറയുടെ കയ്യിലും ഭദ്രമാണ് എന്ന വിശ്വാസം നമ്മുടെ നാട്ടിൽ രാഷ്ട്രീയ പാർട്ടികൾക്കുണ്ട് എന്നുള്ളതും വലിയ പ്രതീക്ഷ നൽകുന്ന കാര്യമാണ്. മോനിഷ് മോഹനോടൊപ്പം നിഖിൽ അളവൂർ, ന്യൂസ് മലയാളം, കണ്ണൂർ.